ഒരു രക്ഷയില്ലാത്ത രുചിയാണ്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 2 ഉരുളക്കിഴങ്ങ് ഒന്ന് നീളത്തിലരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും അരിപ്പൊടിയും ഒരല്പം മുളക് പൊടിയും ചില്ലി സോസും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഉടൻ തന്നെ ചൂട് എണ്ണയിലേക്കിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് മൊരിയുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെളുത്തുള്ളിയിലും ഇഞ്ചിയും ചേർത്ത് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി പച്ചമുളക് അരിഞ്ഞതും സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുകയാണ്. കൂടെ കുറച്ച് ക്യാപ്സിക്കവും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും കുരുമുളകും ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് 1 കപ്പ് അളവിലെ വെള്ളം ചേർത്ത് കുറച്ച് കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് അതും കൂടി ചേർക്കാം. ഇനി ഒരു അല്പം മാത്രം ഉപ്പും 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചില്ലി പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.